വന്ദേ മാതരം. അക്കാലത്ത് ചാപ്പേക്കർ സഹോദരന്മാരെ കുറിച്ച് ഞാൻ ചില കവിതകളും നാടകങ്ങളും ഒക്കെ എഴുതിയിരുന്നു. വീരശ്രീ യുക്തൻ, ദുർഗാദാസ വിജയം, ചാപ്പേക്കർ ആഞ്ച ഫട്ക തുടങ്ങിയവയാണ് അതിൽ ചിലത്. അക്കാലത്ത് ചാപ്പേക്കർ സഹോദരന്മാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നിന്നിറങ്ങിയ കാൽ എന്ന ദിനപത്രം മാത്രമായിരുന്നു. ചാപ്പേക്കർ സഹോദരന്മാർ എന്നിൽ ചെലുത്തിയ സ്വാധീനവും എനിക്ക് വന്ന മാറ്റവും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ. ദേശസ്നേഹത്തിനെ പറ്റിയും രാജ്യസ്നേഹത്തിനെ പറ്റിയുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് അദ്ദേഹമായിരുന്നുവെങ്കിലും ഞാൻ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വികാരഭരിതനായി ഇതിലേക്കെല്ലാം ഇറങ്ങുന്നത് ശരിയാണ് എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവില്ല. ഒരു ദിവസം എൻ്റെ മുറിയിൽ വന്ന് എന്നെ ചേർത്ത് നിർത്തി ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് എന്നും പഠിച്ച് ഒരു ജോലി കിട്ടിയതിന് ശേഷം ഇഷ്ടമുള്ളത് ചെയ്തോളാനും അദ്ദേഹം പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ കേട്ടു നിന്നെങ്കിലും എൻ്റെ ലക്ഷ്യത്തിനെ ബാധിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സാധിച്ചില്ല. ഞാൻ രാഷ്ട്രസ്നേഹവും ദേശഭക്തിയും രാഷ്ട്രീയവും ഒക്കെയായി നടക്കുന്ന സമയത്ത് ദാദയ്ക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് രണ്ട് വിഷയങ്ങളിലായിരുന്നു താല്പര്യം. ഒന്ന് നാടകം, പാട്ട്, രണ്ടാമത് ആധ്യാത്മികത. ഈ രണ്ട് വിഷയത്തിനെ കുറിച്ചും എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ആ സമയത്താണ് നാസിക്കിൽ പ്ലേഗ് വീണ്ടും പടർന്നു പിടിക്കുന്നത്. അതോടെ പഠിത്തം തൽക്കാലത്തേക്ക് നിർത്തി ഭാഗൂരിലേക്ക് വരാൻ അച്ഛൻ പറഞ്ഞു. അനിയത്തി മൈന താമസിച്ചിരുന്ന ത്രയംബകേശ്വരത്തും പ്ലേഗ് പടർന്നു പിടിക്കാൻ തുടങ്ങിയതോടെ അവളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ ദാദയെ അച്ഛൻ പറഞ്ഞയച്ചു. അതിനുശേഷമാണ് ഭാഗൂരിലും പ്ലേഗ് എത്തിയത്. എലികൾ കൂട്ടത്തോടെ ചാവാൻ തുടങ്ങി. രോഗം വന്ന് പിടിച്ചാലും ആ വിവരം ഗവൺമെന്റിനെ അറിയിക്കാതെ രഹസ്യമാക്കി വെക്കുകയായിരുന്നു അക്കാലത്തുള്ള പതിവ്. വീടുകളിൽ നിന്നും നിലവിളികൾ ഉയരുന്നത് കേട്ടുകൊണ്ട് ഉറങ്ങാതെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എനിക്ക്. അക്കാലത്ത് പ്ലേഗ് ഉണ്ടാക്കിയ ആ ഒരു ഭീകരാവസ്ഥയെക്കുറിച്ച് ഇന്ന് പറയുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതത്രയും ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. ഈ രോഗികൾക്ക് വെള്ളം പോലും കൊടുക്കാൻ സാധ്യമല്ലായിരുന്നു. അവർക്കാണെങ്കിൽ ദാഹം അതികലശലായിരിക്കും. ദാഹം കൊണ്ടും വേദന കൊണ്ടും ഒരുതരം ഭ്രാന്താവസ്ഥയിലെത്തും ഈ രോഗികൾ. അവർ വാതിലും ജനലും ഒക്കെ തല്ലിപ്പൊളിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. പ്ലേഗ് പടരുന്ന രോഗമാണ് എന്നറിഞ്ഞിട്ടും അച്ഛൻ അയൽ വീട്ടിലൊക്കെ സഹായിക്കാൻ വേണ്ടി സ്ഥിരമായി പോയിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി പോയ അദ്ദേഹം മടങ്ങിയെത്തിയത് വേദനിക്കുന്ന സന്ധികളുമായിട്ടാണ്. അദ്ദേഹം ഉടൻ തന്നെ മുകളിലുള്ള മുറിയിൽ കയറി വാതിലടച്ചു. ബാൽ അച്ഛൻ്റെ കൂടെയായിരുന്നു കിടക്കാറുണ്ടായിരുന്നത്. അവനെ പുറത്താക്കി. എന്നെ വിളിച്ച് എൻ്റെ സന്ധികളൊക്കെ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു കഠിന ഹൃദയനായി എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വിവരം രഹസ്യമാക്കി വെക്കാൻ തീരുമാനിച്ചു. കുഞ്ഞായിരുന്ന ബാലിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കളിക്കാൻ പോവരുത് എന്ന് പറഞ്ഞപ്പോൾ അവൻ
ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനും മേലാസകലം വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ നോക്കാൻ ഭാവിയെ ഏൽപ്പിച്ചു. അച്ഛൻ്റെ ശുശ്രൂഷ ഞാനും ഏറ്റെടുത്തു. ആ സമയത്താണ് ദാദ മൈനയെയും ഭർത്താവിനെയും കൊണ്ട് എത്തുന്നത്. അവരെ അവിടെ നിർത്താതെ തിരിച്ചു പറഞ്ഞയച്ചു. രാത്രി മുഴുവൻ അച്ഛൻ്റെ നിലവിളികൾ കേട്ട് ഞാൻ പുറത്ത് കാത്തിരുന്നു. പകലായപ്പോൾ ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ ഞാൻ വാതിൽ തുറന്നു. അദ്ദേഹം അപ്പോഴേക്കും ഞങ്ങളെ വിട്ടു പോയിരുന്നു. അങ്ങനെ എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു അനാഥനായി. വന്ദേ മാതരം.